ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മണവും രുചിയൊക്കെ ഉള്ളൊരു സ്വീറ്റാണ്. റവ കേസരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് റവ വറുത്തെടുക്കണം. ചൂടായ കടായിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് റവ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. റവ കരിഞ്ഞു പോവാതെ നന്നായിട്ട് വറുത്തെടുക്കണം. റവ ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ വറുക്കാം. റവ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. റവ നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കശുനട്ട് വറുത്തെടുക്കാം. കൂടെ ഉണക്കമുന്തിരി കൂടെ വറുത്തെടുക്കുവാണ്. കേസരി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുറച്ച് ലൂസായിട്ടുള്ള കേസരിയാണ് വേണ്ടതെങ്കിൽ 3.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം 1 ഗ്ലാസ് പാല് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവുന്നതാണ്. വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. കൂടെ 4 ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ ഫുഡ് കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി റവ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, ലൈറ്റ് യെല്ലോ കളർ കിട്ടും. മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് മഞ്ഞളിൻ്റെതായ യാതൊരു ടേസ്റ്റും ഇതിൽ വരുന്നില്ല. റവ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. റവ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാം. റവ വെന്ത ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവ വെന്ത ശേഷം ചേർത്താലേ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരുള്ളൂ. 1 ഗ്ലാസ് റവയ്ക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര മതിയാവും. പഞ്ചസാര ചേർക്കുമ്പോൾ റവ ഒന്നുകൂടി ലൂസാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. മൂടി വെച്ച് വേവിക്കുമ്പോൾ റവ വീണ്ടും തിക്കായി കിട്ടും. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സായി കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുവാണ്. നെയ്യ് നന്നായിട്ട് മിക്സായ ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന സ്വീറ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.